ഇന്നത്തേത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള നെല്ലിക്ക വൈൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് 5 ഗ്രാമ്പും 2 പട്ടയും 2 ഏലക്കായും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഈ നെല്ലിക്കയുടേതും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് മാറ്റി വയ്ക്കുക ചൂടാറാനായിട്ട്. അപ്പോൾ ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്കാണ് അത് മാറ്റേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ കുപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 കിലോ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് ഈ നെല്ലിക്കയുടേത് അതിലേക്ക് ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം തുണി വെച്ച് ആദ്യം ഒന്ന് കെട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടപ്പും വയ്ക്കുക. എന്നിട്ടിത് 21 ദിവസമാണ് നമ്മൾ വയ്ക്കുന്നത്. പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ 10ാമത്തെ ദിവസം നമുക്കതൊന്ന് എടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കണം. നെല്ലിക്കൊന്നും മുകളിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ, അപ്പോൾ അതൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും നമുക്കിത് ഇതേപോലെ തന്നെ കെട്ടി എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇനി 21ാമത്തെ ദിവസമാണ് നമ്മളത് തുറക്കുക. അങ്ങനെ 21ാമത്തെ ദിവസം നമ്മളത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ തുറന്ന് നോക്കുമ്പോൾ ഇതിലേക്ക് ആ നെല്ലിക്കയുടെ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി കറക്റ്റായിട്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വേറൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കത് 2 കുപ്പിയിൽ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്തായാലും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ചെറിയ അളവിൽ നമുക്കത് ഡെയിലി കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ.